ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഓട്സും റവയും വെച്ച് വളരെ പെട്ടെന്നും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാം, ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാനിവിടെ ഓട്സാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് ആദ്യം ഈ ഒരു ഓട്സ് നല്ലോണം വറുത്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് അളവിലാണ് ഓട്സ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഈ ഒരു ഓട്സ് നല്ലോണം റോസ്റ്റ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഇങ്ങനെ കുറച്ച് കഴിഞ്ഞാലും നമുക്കിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പൊടിച്ചെടുക്കാനായിട്ട് പറ്റണം. ആ ഒരു രീതിക്ക് എത്തുമ്പോൾ നമുക്കൊന്ന് പാനിൽ നിന്ന് മാറ്റിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കണേ. അപ്പോൾ ഏകദേശം നല്ലോണം റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ നെക്കി കൊടുക്കുമ്പോഴേക്കും ഇതുപോലെ ഇങ്ങനെ ഒന്ന് പൊടിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു പാനിൽ നിന്ന് മാറ്റിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഈ ഒരു സമയം തന്നെ ആ ഒരു സെയിം പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്നാൽ അതിലേക്ക് കടുക്, പിന്നെ കറിവേപ്പില, ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണേ. നല്ലോണം ചെറുതായിട്ട് വേണം ഇഞ്ചി കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ശേഷം അതിലേക്ക് വലിയുള്ളിയുടെ ഒരു പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വലിയുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു വലിയുള്ളിയൊക്കെ ഏകദേശം ഇങ്ങനെ നല്ലോണം വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. റവയും ഓട്സും വെച്ചിട്ടാണ് ഈ ഒരു ഇഡ്ഡലി തയ്യാറാക്കി എടുക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് ഇഡ്ഡലിയാണ് കേട്ടോ. ഓട്സ് ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് റവ ചേർത്ത് കൊടുക്കാം. റവയും നമ്മൾ നേരത്തെ ഓട്സ് വറുത്തെടുത്ത പോലെ തന്നെ ഈ ഒരു റവയും അതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു റവ ഇതിലിട്ടിട്ട് നല്ലോണം വറുത്തെടുക്കാം. ആ ഒരു ഉള്ളിയും അതുപോലെ എല്ലാം കൂടി ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം. ഓൾറെഡി വറുത്ത റവയാണെങ്കിൽ ഇത് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് നേരെ അങ്ങ് ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഇതിപ്പോൾ വറുക്കാത്ത റവ ആയതുകൊണ്ടാണ് ഞാൻ നല്ലോണം വറുത്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ റവക്ക് ഏകദേശം ഇങ്ങനെ വറുത്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ റവ എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു കപ്പ് അളവിലാണ് കേട്ടോ. നമ്മൾ നേരത്തെ ഒരു കപ്പിനാണ് ഓട്സ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സെയിം കപ്പിൽ തന്നെ റവയും എടുക്കാനായിട്ട് നോക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വെളിച്ചെണ്ണയ്ക്ക് പകരമായിട്ട് നെയ്യും യൂസ് ചെയ്യാം കേട്ടോ. നെയ്യിൽ വേണമെങ്കിലും ഇതിങ്ങനെ വറുത്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് നേരത്തെ നമ്മൾ ഓട്സ് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നേരത്തെ വറുത്തെടുത്ത ആ ഒരു ഓട്സ് ഇതുപോലെ അങ്ങ് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ആ ഒരു പൊടിച്ചെടുത്ത ഓട്സിലേക്ക് നമ്മളിപ്പോൾ വറുത്തെടുത്ത ആ ഒരു റവയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ ഒരു ക്യാരറ്റിൻ്റെ പകുതി എടുത്തിട്ട് ജസ്റ്റ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ക്യാരറ്റ് ജസ്റ്റ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ആ ഒരു സെയിം കപ്പിൽ തന്നെ 1/4 കപ്പോളം തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഒരു തൈരും അതുപോലെ തന്നെ ആ ഒരു ക്യാരറ്റിൻ്റെ മിക്സും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സാക്കി എടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ ചേർത്തിട്ടുണ്ടായിരുന്നത് അധികം പുളിയില്ലാത്ത നല്ലോണം കട്ടത്തൈരാണ് കേട്ടോ. നല്ല കട്ടത്തൈരാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് നല്ലോണം, അതായത് ഈ ഒരു ഇഡ്ഡലി കുറച്ചൊരു പുളിപ്പോടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അധികം നല്ലോണം പുളിയുള്ള ആ ഒരു തൈര് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ പുളിയില്ലാത്ത തൈരാണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ലോണം ഇതുപോലെ ഒന്ന് കട്ട കിട്ടാതെ നല്ലോണം മിക്സാക്കി എടുക്കാം. ശേഷം ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ലൂസാക്കി എടുക്കാം. വെള്ളം ഒരുപാട് ഫസ്റ്റ് ടൈമിൽ തന്നെ ഒഴിച്ചു കൊടുക്കാതെ കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ലൂസാക്കി എടുക്കുക. നമ്മൾ സാധാരണ ഇഡ്ഡലിക്കൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ബാറ്റർ ഉണ്ടാവില്ല, കുറച്ച് കട്ടിക്കാണല്ലോ കിട്ടുന്നത്, ഒത്തിരി ലൂസിലും വേണ്ട. അതുപോലെ വേണം ഈ ഒരു മാവ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ അതിനനുസരിച്ച് വേണം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ പതുക്കെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇഡ്ഡലിക്കുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാറ്റർ കിട്ടണം. ഇനി അതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ അങ്ങ് മിക്സാക്കി എടുക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങ ചിരകിയതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇഷ്ടമാണെങ്കിൽ മാത്രം തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ തേങ്ങയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇതുപോലെ അങ്ങ് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഇഡ്ഡലി ചെമ്പൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലോണം വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇഡ്ഡലി തട്ടൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ജസ്റ്റ് ഓയിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. നല്ലോണം ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഓരോ തവി മാവങ്ങ് കോരി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് സാധാരണ ഇഡ്ഡലിയൊക്കെ വേവിക്കുന്ന പോലെ തന്നെ വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്കത് കുക്കായി കിട്ടുകയും ചെയ്യും. മാത്രമല്ല അടിയിൽ ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യില്ല കേട്ടോ.
മാത്രമല്ല കറികളൊന്നും ഇല്ലാത്ത ടൈമിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റും കൂടിയാണ് ഇത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടി മറക്കല്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഓട്സ് ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ തപ്പി നടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഈസി ആയിട്ടുള്ള റെസിപ്പീസിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കാൻ മറക്കല്ലേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്